ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന നമ്മളുടെ അടുത്ത പുതിയ നോട്ടിഫിക്കേഷനോട് വന്നിരിക്കുകയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അതുപോലെ പ്രിസൺ, ജയിലർ, ഇതെല്ലാം തന്നെ നമുക്ക് വന്നിരിക്കുകയാണ്. ഓൾറെഡി നമുക്കറിയാം നമ്മളുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. SBCID, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അല്ലേ? ഇതെല്ലാം തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ആണ്. അതിന്റെ കൂട്ടത്തിലേക്കാണ് ഈ പറയുന്ന പോലെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടർ പോലീസും, അല്ലെ? ഈ പറയുന്ന എല്ലാം തന്നെ നമുക്ക് ഒറ്റ ഇതാണ് വരുന്നത്. ഒറ്റ ക്വാളിഫിക്കേഷൻ ആണ്, ഡിഗ്രിയാണ് ഇതിനെല്ലാത്തിനെയും ക്വാളിഫിക്കേഷൻ. അതാണ് ഇതിന് മെയിൻ ആയിട്ട് പറയുന്ന ഹൈലൈറ്റ്, അല്ലേ? അപ്പൊ ഡിഗ്രിക്കാരെല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു. ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. എന്നിരുന്നാൽ പോലും നമ്മുടെ SBCID നമ്മളുടെ കാലാവധി ഈ പറയുന്ന ജൂൺ ജൂലൈയോട് കൂടി കഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ്സിന് അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്നിരുന്നാൽ പോലും മിസ് പറയാണ്, SBCID മാത്രം ഒറ്റ പ്രിലിംസ് എക്സാമും ബാക്കി എല്ലാത്തിലും നമുക്ക് എന്താണ് എല്ലാ എക്സാമും കൂടി ഒറ്റ പ്രിലിംസ് ആകാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ ഒരു SBCID മാത്രം നമുക്ക് സെപ്പറേറ്റ് ഈ ഒരു കാലാവധി കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ആ ഒരു പോസിബിലിറ്റി പറഞ്ഞത്. ചിലപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒറ്റ പ്രിലിംസ് ആകാനും സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാ പ്രിലിംസിനും സിലബസ് ഒരെണ്ണമാണ്. ഈ ഒറ്റ സിലബസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി നേടാനായിട്ട് സാധിക്കും. അത് മറക്കരുത്. അതാണ് ഇതിന് മെയിൻ കാര്യമായിട്ട് പറയാനുള്ളത്. ഒറ്റ എക്സാമിൽ നമുക്ക് ഇത്രയും പോസ്റ്റിലേക്ക് നമുക്ക് ജോലി മേടിക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ഒരു ഡിസിഷനാണ് ഏത് ജോലി വേണമെന്നുള്ളത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025 ആണ്. അതായത് അടുത്ത മാസം ഡിസംബർ ലാസ്റ്റോട് കൂടിയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. രാത്രി 12 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും സമയമുണ്ടെന്ന് ഓർത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കിയാൽ കാറ്റഗറി നമ്പർ 454/2025 ആണ് നമുക്കിപ്പോ വന്നിരിക്കുന്നത്. നമ്മളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള നമ്മളുടെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. 39,300 മുതൽ 83,000 രൂപയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇതിന് വാക്കൻസി അറിയില്ല. എല്ലാ തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വാക്കൻസി കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല കേട്ടോ. നമുക്ക് പിന്നീടായിരിക്കും അറിയാൻ പറ്റുക. ഇനി ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സാണ്. എല്ലാവർക്കും എഴുതാം. അതിന് ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2/1/1989, 1/1/2007 ആണ് നമ്മളുടെ ഡേറ്റും തന്നിരിക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. BCom വേണോ, BSc വേണോ, അങ്ങനെ ഒരു ഡൗട്ടും ഇതിൽ ആവശ്യമില്ല. ഒറ്റ കാര്യം എന്നിട്ട് പറയുന്നുള്ളൂ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്തിരിക്കണം. ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മളുടെ അടുത്ത നോട്ടിഫിക്കേഷൻ 446/2025, 447/2025, രണ്ട് കാറ്റഗറി നമ്പർ ആയിട്ടാണ്. അത് നമ്മളുടെ പോലീസിലേക്കാണ്. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. 45,600 ആണ് നമ്മളുടെ സ്റ്റാർട്ടിങ്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 95,600 ആണ് നമ്മളുടെ ആ സ്കെയിൽ ഓഫ് പേയിൽ നമുക്ക് വരുന്നത്. ഇനി നമ്മളുടെ എക്സാമിന് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കാറ്റഗറി നമ്പർ 447/2025 നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ, അതായത് ഇപ്പൊ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാറ്റഗറി നമ്പറാണ് 447/2025 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് നമ്മളുടെ ഏജ് ലിമിറ്റ് നമുക്ക് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ആണ്. ഒന്നും പേടിക്കേണ്ട. ഗ്രാജുവേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് ഈ എക്സാം എഴുതാനായിട്ട് പറ്റും. നമുക്കറിയാം നമ്മളുടെ ഈ പറഞ്ഞ യൂണിഫോം പോസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് എന്തായാലും ഉണ്ടാകും, അല്ലെ? അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 167 സെന്റിമീറ്ററും ചെസ്റ്റ് മെഷർമെന്റ് 81 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ചെസ്റ്റ് മെഷർമെന്റും വരുന്നത്. ഇനി നമ്മളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SC ST കാറ്റഗറിക്ക് ഒരു ഇതെന്നുള്ള രീതിയിൽ നമ്മളുടെ എന്താണ് ഒരു മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്ററും ചെസ്റ്റ് മെഷർമെന്റ് 76 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താണ് ഐ വിഷൻ, അല്ലെ? ഡിസ്റ്റന്റ് വിഷൻ ആണെങ്കിൽ 6/6ഉം നിയർ വിഷൻ 0.5 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാതാണ്. നമ്മുടെ ഈ ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് എല്ലാത്തിനും ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.
ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നമുക്ക് 100 മീറ്റർ റൺസ്, ഹൈ ജമ്പ്, അതുപോലെ ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ്, പുള്ളപ്സ് ഓർ ചിന്നിങ്, 1500 മീറ്റർ റൺസ്. ഇത്ര 8 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. എട്ട് കാറ്റഗറീസ് ഉണ്ട് ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതെല്ലാവരും തന്നെ ഇപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിന്റെയും ലാസ്റ്റ് ഡേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 31/12/2025 അടുത്ത മാസം നമുക്ക് ലാസ്റ്റോട് കൂടിയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അടുത്ത കാറ്റഗറി നമ്പർ 451/2025 അതിന്റെ നമുക്ക് തന്നിരിക്കുന്നത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്, അതായത് നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ, സൂപ്രണ്ടന്റ്, സൂപ്പർവൈസർ, പിന്നെ നമ്മുടെ അതിലേക്ക് തന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, ട്രെയിനിങ് ഓഫീസർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റോക്ക് കീപ്പർ, ഓപ്പൺ പ്രിസൺ. ഇതും നമുക്ക് എന്താണ് 43,400 അടങ്ങിയിട്ടാണ് നമ്മളുടെ ഇതിന്റെ പേ ഓഫ് സ്കെയിൽ നമുക്ക് വരുന്നത്. ഇതിന് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 18 വയസ്സ് തുടങ്ങി 36 വയസ്സ് വരെയുള്ളവർക്ക്, ഇതിൽ നമുക്ക് ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് നമുക്ക് ഫിസിക്കൽ കണ്ടീഷൻ വരുന്നുണ്ട്. ഹൈറ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 165 സെന്റിമീറ്ററും ഹൈറ്റും 81.3 സെന്റിമീറ്റർ ആണ് ചെസ്റ്റിന്റെ ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന് ലാസ്റ്റ് എന്ന് പറയുന്നത് 31/12/2025 ഇതിന് നമുക്ക് വിഷൻ തന്നിട്ടുണ്ട് 6/6 ഡിസ്റ്റന്റ് വിഷൻ 6/6 നിയർ വിഷൻ 0.5 ആണ് നമ്മളുടെ നിയർ വിഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത കാറ്റഗറി 448/2025 450/2025 ഇത് നമുക്ക് 3 കാറ്റഗറി നമ്പർ ആയിട്ട് തന്നിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് 448. 449 450 എന്ന് പറയുന്നത് നമ്മുടെ ആ പോസ്റ്റ്, അതായത് ഇപ്പോൾ നിലവിൽ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 2 വർഷം നമ്മുടെ 449 ആണെന്നുണ്ടെങ്കിൽ 2 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. 450 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രൊബഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് ഈ 2 കാറ്റഗറി നമ്പർ തന്നിരിക്കുന്നത് കേട്ടോ. ഇതിന് നമുക്ക് എന്താണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് നമ്മളുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വുമൻ കാൻഡിഡേറ്റ്സ് നമുക്ക് എലിജിബിൾ ആണ്, എന്താണ് ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് നോട്ട് എലിജിബിൾ എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 45,600 ആണ് നമ്മളുടെ സ്കെയിൽ ഓഫ് പേ എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറയുന്നത്. ഇതിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പാക്കേജ് ആണ്. ഈ പറയുന്ന സിലബസ് നമ്മുടെ ഒറ്റ സിലബസിൽ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത മെയിൻസ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് മാത്രമേ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സാംസും ഈസി ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നമുക്ക് നല്ല സാലറി പാക്കേജ് ആണ് ഈ പറയുന്ന എല്ലാത്തിനും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സ് തുടങ്ങി 31 വയസ്സ് വരെയാണ്. പിന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ കാറ്റഗറി 2 149 ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് 36 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളുടെ ആ ഒരു ഡേറ്റിന് അനുസരിച്ചിട്ടുള്ള ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 36 ആണെന്നാണ്, മുകളിലേക്ക് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കാറ്റഗറി 3 ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് 30 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. 1/1/2025 അതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 449 ആണെന്നുണ്ടെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ്, അതെ ഫിംഗർ പ്രിന്റ് റിസർച്ചേഴ്സ് ഓഫ് ദ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഹു ഹാവ് കംപ്ലീറ്റഡ് 2 years ഓഫ് സർവീസ്, 2 വർഷം സർവീസ് പൂർത്തിയായിരിക്കുന്നവർക്കാണ് ഈ കാറ്റഗറി നമ്പറിലേക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുക. 450 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾസ്, ഹെഡ് കോൺസ്റ്റബിൾസ് and officers of the corresponding rank in police and vigilance department who have successfully completed പ്രൊഫഷൻ പീരീഡ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ആണ്. ഇതിന് നമുക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. മെയിലാണ് നമ്മുടെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് 165, SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 160, ചെസ്റ്റ് മെഷർമെന്റും 81.28 സെന്റിമീറ്ററും, ചെസ്റ്റ് എക്സ്പാൻഷൻ 5.08 ആണ് നമുക്ക് വരുന്നത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് 160 സെന്റിമീറ്ററും, SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 155 ആണ് വരുന്നത്. ഇതിന് നമുക്ക് ഡിസ്റ്റന്റ് വിഷൻ പറഞ്ഞിട്ടുണ്ട് 6/6 അതുപോലെ നമ്മളുടെ നിയർ വിഷൻ 0.5 ആണ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് നമുക്ക് 100 മീറ്റർ റൺസ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, അതുപോലെ
ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈംബിങ്, പുള്ളപ്സ് ആൻഡ് ചിന്നിങ്, 1500 മീറ്റർ റൺസ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, 200 മീറ്റർ റണ്ണ്, ത്രോയിങ് ദ ത്രോ ബോൾ, ഷട്ടിൽ റേസ്, സ്കിപ്പിംഗ്. ഇതൊക്കെയാണ് നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/12/2025. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ഒരു ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയർലി എക്സാംസ് എഴുതാൻ പറ്റുന്നത്. അപ്പം അതിന് വേണ്ടി മിന്റ് PSC നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ബാച്ച് പുറത്തിറക്കിയിരിക്കുന്നതാണ്. ഏതാണ്? കേരള PSC ഡിഗ്രി പ്രിലിംസ് പ്ലസ് മെയിൻസിന്റെ ഒറ്റ ബാച്ചാണ്. സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ആംഡ് ഫോഴ്സ് SI, ജയിലർ, സൂപ്പർവൈസർ. ഇതിനെല്ലാത്തിനും ഒറ്റ ബാച്ചാണ്. ഈ ഒറ്റ ബാച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നല്ലൊരു പോസ്റ്റിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും മിൻ PSCയുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നല്ല ഒരുമിച്ച് നമുക്ക് പഠിച്ചു പോകാം. നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് നല്ല ജോലിയാണ് നമുക്ക് അത്യാവശ്യമുള്ളത്. എല്ലാവരും ഓർക്കാട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെക്കാട് നമ്പറിലേക്ക് കോൾ ചെയ്യാം. RH005 എന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ മിന്റ് PSCയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാണ്ടും സാധിക്കും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം. നമുക്ക് ഡൗട്ട് ഫോം ഉണ്ടാവും. ആ ഡൗട്ട് ഫോമിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് ചെയ്തിടാം. നമ്മൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കാം. എനിക്കറിയാം എല്ലാവരും പഠിക്കായിരിക്കും എന്നറിയാം. എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ നല്ല സമയം എടുത്ത് തന്നെ പഠിച്ച് എല്ലാ ക്ലാരിറ്റിയോട് കൂടി തന്നെ എക്സാം എഴുതാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഓൾ.